ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീക്കിലി ഗ്രോസറി ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ നിയറസ്റ്റ് സൂപ്പർ സ്റ്റോർ എന്ന് പറയുന്നത് വാൾമാർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ ഗ്രോസറി ഷോപ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് വാൾമാർട്ട് സൂപ്പർ സ്റ്റോറാണ്. അപ്പോൾ ആ കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ വാൾമാർട്ടിലാണ്. അപ്പോൾ ഇവിടെ 25 സെൻറ്റ്സ് ഇട്ടാൽ മാത്രമേ നമുക്കത് കാർട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഫുള്ള് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് കൂടുതലും ഈ സെക്ഷനിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ കനേഡിയൻ ഡോളേഴ്സിലാണ്. ഇതിപ്പോൾ $3.97 ആണുള്ളത്. അപ്പോൾ ഏകദേശം ഒരു കനേഡിയൻ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 റുപ്പീസാണ്. ബനാനയുടെ സെക്ഷൻ. അപ്പോൾ കൂടുതലും ഇവിടെ റോബസ്റ്റ് പഴമാണ് കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ഇതിന് ഏകദേശം 58 സെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 30 രൂപയൊക്കെയാണ് കൂടുതൽ ഇതിന് വരുന്നത്. ഇത് ഇവിടെ ഓർഗാനിക്കും ഉണ്ട്. ഓർഗാനിക്കിന് വരുമ്പോഴേക്കും കുറച്ച് കൂടുതൽ കോസ്റ്റ് ആവും. പിന്നെ ഇവിടെ വാട്ടർ മെലണൊക്കെ ഉണ്ട്. ഒരു വാട്ടർ മെലണിനൊക്കെ ഏകദേശം $5.97 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കൺവേർട്ട് ചെയ്ത് നോക്കാമല്ലോ ഇന്ത്യൻ റുപ്പീസിലോട്ട്. ഏകദേശം 59 to 60 റുപ്പീസൊക്കെയാണ് ഒരു കനേഡിയൻ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല തണ്ണിമത്തനാട്ടോ എപ്പോഴും ഞങ്ങൾ വാങ്ങിക്കാറുള്ളതാണ്. പിന്നെ നമ്മുടെ ഓണിയൻസ്, ഞാൻ കൂടുതലും വാങ്ങിക്കാറുള്ളത് ഇതാണ്. ഇതിന് അധികം എഫക്റ്റ് ഇല്ല, പക്ഷെ മറ്റേത് അരിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഇതിനൊക്കെ $3.97 ആണ് ഇത്രയും kgക്ക്. പിന്നെ ഓണിയൻ ഷാലറ്റ്സിനൊക്കെ ചെറിയ ഉള്ളിക്കൊക്കെ ഏകദേശം ഈ റേഞ്ചാണ്. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയൊന്നല്ല, ഇത് ഡിഫറെൻ്റ് ആണ് കാണാൻ. പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ്, ഇതൊക്കെ പൊട്ടേറ്റോസാണ്. പിന്നെ ഇതാണ് കാനഡയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഫ്രൂട്ടാണിത്. ആപ്പിൾസാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഇത്രയാണ്. ഇതിപ്പോൾ ഓർഗാനിക് റോയൽ ഗാല ആപ്പിളാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് $5.97 ആണ്. ഇത് $5.97 ആണ്. പിന്നെ ഇതൊക്കെ ലെമണാണ്. ഇത് ക്ലെമൻറ്റൈൻസ് എന്നാണ് പറയണത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചെറുതാണ് ഈ ഓറഞ്ച്. ഭയങ്കര മധുരമാണ് ഇതിന്. അപ്പോൾ ഇതും $5.47 ആണ്. നമുക്ക് എല്ലാ കൗണ്ടറിലും ഇങ്ങനെ പ്ലാസ്റ്റിക് ബാഗ്സ് ഉണ്ട്. ഭയങ്കര കൺവീനിയൻ്റ് ആണ്.
ആദ്യത്തെ സെക്ഷനിൽ വന്നിട്ടാൽ മീറ്റിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടുതലും ഇങ്ങനത്തെ മീറ്റ് ബോൾസും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈസും ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുത്തു വിടുക. അപ്പോൾ ഇവർക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. ഏകദേശം ഇതിൻ്റെ പ്രൈസൊക്കെ ഇത്രയാണ് ഒരു ബാഗിനൊക്കെ. ഇതൊക്കെ ഒരു 1.2 kg ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് ഇത്രയാണ്. പോപ്കോൺ ചിക്കൻ ഇതൊക്കെ നല്ലതാണ്. പല ടൈപ്പ് സാൽമൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടും. അതായത് ഇതിപ്പോൾ പൈനാപ്പിളാണ്. ഇതിനൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു $6 ഒക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ വാങ്ങിച്ച് അല്ലാതെയും കിട്ടും. നമുക്ക് മുഴുവനായിട്ടുള്ള പൈനാപ്പിളും കിട്ടും. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ പാക്ക് വന്നെങ്കിൽ ഇതിപ്പോൾ ഒരു വാട്ടർമെലൻ്റെ പാക്കാണ്. അപ്പോൾ ഒരു പാക്കായിട്ട് വന്നെങ്കിൽ ഇതിനൊക്കെ $2 $3 അതൊക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നല്ല കോസ്റ്റാണ്, പക്ഷെ നമുക്ക് കോസ്റ്റ് ഇല്ലാതെയും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കുന്ന ഇതാണ്. ഇത് നല്ല ക്യാരറ്റ് ജ്യൂസാണ്. ഇത് 100% ക്യാരറ്റാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ ശരിക്കും ക്യാരറ്റ് തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ടൈപ്പ് കാര്യങ്ങളാണ്. ചീസുകളും റാപ്പുകളും റോളുകളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ലൈക്ക് റെഡിമെയ്ഡ് സൂഷിയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതേപോലെ തന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. പിന്നെ ഇഞ്ചിക്കൊക്കെ ഏകദേശം $2.67 ആണ്. അതായത് ഏകദേശം 1/2 കിലോയ്ക്ക് കേട്ടോ അത്ര. ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോയാണത്. പിന്നെ ഇത് റെഡ് പൊട്ടാറ്റോസ്. എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ റെഡ് പൊട്ടാറ്റോസ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു ബാഗിന് ഏകദേശം 2 LB ആണത്. അതിനൊക്കെ $3 ഉള്ളൂ. അതൊക്കെ ഒരു അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. $3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 LB കിട്ടും. അതായത് 1 കിലോയൊക്കെ. പിന്നെ അതേപോലെ നമുക്ക് ഇപ്പോൾ സവാളയൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗോട് കൂടി വാങ്ങിക്കും. പക്ഷെ അത് ചെറിയ ഫാമിലിക്കൊന്നും അത്ര കൺവീനിയൻ്റ് അല്ല. വലിയ ഫാമിലീസൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിച്ചു വയ്ക്കാം. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാലോ, കൂടുതലും ആൾക്കാർ പൊട്ടാറ്റോസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവിടെ. ഒരെണ്ണം സ്നാക്സും രാവിലെ കഴിക്കാൻ, പിന്നെ അതേപോലെ തന്നെ ഉച്ചത്തേക്കുള്ള ഫുഡും കൊടുത്തു വിടണം, ലഞ്ചും കൊടുത്തു വിടണം. കൂടുതലായിട്ടും ഞങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിക്കുക. ഇതൊക്കെ ഏകദേശം $5 ഒക്കെ ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഇതേപോലെ ഫ്രൂട്ട് ഫിൽഡ് ആയിട്ടുള്ള പല ടൈപ്പ് ഒക്കെ ഉണ്ട്.
ഭയങ്കര കളർഫുള്ളായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇത് വലിയ ഹെൽത്തി ഒന്നുമല്ല, പക്ഷെ നമ്മൾ കുട്ടികൾക്കൊക്കെ സ്നാക്സിന് വേണ്ടി രാവിലെ കൊടുത്തു വിടാറുണ്ട്. വൈറ്റ് ബ്രെഡ് ഉണ്ട്, അത് കൂടുതലും ഫിഷ് ബ്രെഡാണ് യൂസ് ചെയ്യാറ്. അതാണ് ഹെൽത്തി. കേക്കിൻ്റെ സെക്ഷൻ, പല ടൈപ്സ് കേക്കുകളുണ്ട്. ഇതൊക്കെ വളരെ പൈസ കുറവാണ്. $6 $5 ഒക്കെ കണ്ടന്റ് കുറച്ചേ ഉള്ളൂ, പക്ഷെ എന്നാലും എല്ലാ ടൈപ്സ് കേക്കും ഉണ്ട്. ഞങ്ങളെപ്പോഴും വീക്ക്ലി പർച്ചേസാണ് ചെയ്യാറുള്ളത്. അതാണ് കൂടുതൽ കൺവീനിയൻറ്റും കോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നുന്നത്. ഒരു വീക്കിലോട്ടുള്ള ഫുള്ള് മീറ്റ്സും വെജിറ്റബിൾസൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്യും. പിന്നെ അതേപോലെ അറിയാലോ, നമ്മളൊരു സൂപ്പർ സ്റ്റോറിൽ വന്നു കഴിയുമ്പോൾ കുറേ അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് എടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പൈസ കൂടുന്നത് അറിയില്ല. അതാണ് സൂപ്പർ മാർക്കറ്റിലെ ഒരു ട്രിക്ക് എന്ന് പറയുന്നതല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നമ്മുടെ നാട്ടിലെ പച്ചക്കായൊക്കെ ഇവിടെ കിട്ടും. പിന്നെ അവോക്കാഡോ ഒക്കെ നല്ല ഹെൽത്തി ഫുഡല്ലേ. $4.97. പിന്നെ മാംഗോസ് കിട്ടും. ഈ ടൈപ്പ് മാംഗോസ് വരുന്നതാണ് കൂടുതൽ നല്ലതായിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ കണ്ടിട്ട് അത്ര ഇത് തോന്നല്ല, പക്ഷെ ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷേ ഇത് ഒന്നിനും കൊള്ളില്ല. ഇത് ഭയങ്കര, ഞങ്ങളൊരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് ഫുള്ള് ചീത്തയായിരുന്നു. പിന്നെ ഈ ഫ്രൂട്ട്, ഇത് ഗ്രേപ്പ് ഫ്രൂട്ടാണ്. ഗ്രേപ്പ് ഇത് കണ്ടോ, ഇത് ഏകദേശം $197 ആണ്. ചോക്ലേറ്റ്സ് ഒക്കെ പല ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ബണ്ണിയുടെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മീറ്റിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് നോക്കാം. ചിക്കനൊക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് റേസ്ഡ് വിത്തൗട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചിക്കനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 600 ഗ്രാമുള്ളതൊക്കെ $14 ആണ്. പിന്നെ അതേപോലെ ലെഗ് പീസസ് കിട്ടും. പിന്നെ അതേപോലെ അതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് വരും, അല്ലാത്തത് വരും. പിന്നെ ചിക്കൻ അല്ലാതെ വേറെ ഉണ്ട്, വേറെ ബ്രാൻഡുകളുടെ ഉണ്ട്, പല ടൈപ്സ് ഓഫ് ബ്രാൻഡുകളുടെ ഉണ്ട്. സോ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഏകദേശം 5 കിലോമീറ്റർ അടുത്തുണ്ട്. അതൊക്കെ ഒരു $16 ആണ്. അപ്പോൾ മീറ്റിൻ്റെ സെക്ഷനൊക്കെ കുറേ ഉണ്ട്. ഹലാൽ ഫുഡുകളുണ്ട്, സീസൺഡായിട്ട് ചെയ്തിട്ട് വരുന്ന മീറ്റുകളുണ്ട്, ഓർഗാനിക് ഉണ്ട്. ഇതൊക്കെ സ്റ്റാർബക്സിൻ്റെ ഒക്കെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെ വരും. കോഫി ഡ്രിങ്കാണ് ഇതൊക്കെ. ഇതൊക്കെ ഏകദേശം $2 ഇവിടെ ഫുള്ള് ഡയറി പ്രൊഡക്ട്സ് ആണ്. ചീസുകളും ബട്ടറൊക്കെയാണ് ഇവിടെ കൂടുതലും. പിന്നെ പല ടൈപ്സ് ഡ്രിങ്ക്സ് ഉണ്ട്. ഓറഞ്ച് ജ്യൂസാണ് കൂടുതലും ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഹോട്ട് ഡോഗ്സും. ഞങ്ങളധികം ഹോട്ട് ഡോഗ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇതും ഡയറക്ട്സ് ആണ് ഫുള്ളി. ടൈപ്സ് ഓഫ് മിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
നമ്മളിപ്പോൾ മിൽക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സാധാരണ വാങ്ങിക്കാറുള്ളത് ഈ മിൽക്കാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി നോക്കണം എന്തായാലും. പിന്നെ അതേപോലെ തന്നെ പ്രൈസൊക്കെ ഒരു $4 മെയിനായിട്ട് വരുന്നത്. ഏകദേശം $4 വരുന്നത്, $4-5 വരുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് മിൽക്ക് ഉണ്ട്. പിന്നെ ഇത് പല ചിക്കൻ്റെ സെക്ഷനാണ്. ചിക്കനും ബീഫും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ചിലതൊക്കെ മൈക്രോവേവ് ചെയ്യുന്നതുണ്ട്, ജസ്റ്റ് അവലിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വളരെ നല്ലതാണ് പിള്ളേർക്ക് കൊടുത്തു വിടേണ്ടത്. വിങ്സൊക്കെയാണ്, ചിക്കൻ വിങ്സൊക്കെയാണ്. ഇതൊക്കെ നല്ല എക്സ്പെൻസീവാണ്, $10 ഇതിനൊക്കെ വരുന്നത്. പിന്നെ ഇതൊക്കെ ബ്രെഡഡ് ആയിട്ടുള്ള ഫിഷ് ബർഗേഴ്സാണ്. ഇതൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാം, ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഫിഷ് സ്റ്റിക്സൊക്കെ ഉണ്ട്. അല്ലാതെ ഞങ്ങൾ വീട്ടിൽ ഫുള്ള് നമ്മുടെ നാടൻ ഫുഡാണ് വെക്കുന്നത്. പിന്നെ ഇതൊക്കെ പിസ്സാസിൻ്റെ സെക്ഷൻസാണ്, റെഡിമെയ്ഡ് പിസ്സാസാണ്. ഇതൊന്നും വാങ്ങിക്കാറേ ഇല്ല കേട്ടോ, കാരണം ഇതത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ വാങ്ങിക്കാറില്ല. അറിയില്ലല്ലോ. ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ് ആണ് മാംഗോ. ഓക്കേ, പിന്നെ അതേപോലെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള, ഒന്നും വരികയും വേണ്ട, ഒന്നും ചെയ്യണ്ട, റെഡിമെയ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട്. കണ്ടോ കണ്ടോ, റെഡിമെയ്ഡാണ് ഇതെല്ലാം. ബ്രോക്കലീസും ക്യാരറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് നമ്മളൊരു മാഗിയോ ന്യൂഡിൽസോ സ്പാഗറ്റിയോ എന്തെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ചെടുത്ത് ഇടാലോ. എല്ലാം ഉണ്ട്. ബീൻസ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കേട്ടോ, ഇത് മാക്രോണിയൊക്കെയാണ്. ഇതൊക്കെ ജസ്റ്റ് വെള്ളത്തിലോട്ടൊക്കെ ഇട്ടാൽ മതി, പെട്ടെന്ന് പ്രിപ്പയർ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ കോഫി പൗഡറിൻ്റെ സെക്ഷൻസാണ്. ഇതൊക്കെ കോഫി പൗഡർ ഒന്നും വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല ഇവിടെ. കോഫി ടീ സെക്ഷൻസൊക്കെ. പിന്നെ ഇതൊക്കെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻസൊക്കെ. എല്ലാ സൂപ്പർ സ്റ്റോറിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇവിടുത്തെ ഇന്ത്യൻ സെക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ബിസ്ക്കറ്റ്സും കൂടി ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഹൈഡ് ആൻഡ് സീക്കും, പിന്നെ ഗുഡ് ഡേ ഒക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബിസ്ക്കറ്റ്സും ഇവിടെ ഉണ്ട്. പിന്നെ പാനിപ്പൂരി ഉണ്ട്, പിന്നെ നമ്മുടെ പാർലേജി വരെ ഇവിടെ ഉണ്ട്.
എൻ്റെ ഈ പ്രാവശ്യത്തെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ചെക്കൗട്ട് ആവാൻ വേണ്ടിയിരിക്കുക. ജസ്റ്റ് ബില്ല് പേ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീക്ക്ലി പർച്ചേസിങ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മിക്ക വാൾമാർട്ടിൻ്റെ ഉള്ളിലും മെക്ഡൊണാൾഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് വാൾമാർട്ടിലെ സെൽഫ് ചെക്കൗട്ടിങ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ വീക്ക്ലി പർച്ചേസിങ് കഴിഞ്ഞു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.